80കളിലെ കൾച്ചറൽ ഐക്കൺ ഹീമാൻ തിരിച്ചു വരുന്നു. പാവയായും കാർട്ടൂണായും ആനിമേഷനായും ഒക്കെ ഹീമാനെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആയിട്ടാണ് ഹീമാന്റെ തിരിച്ചുവരവ്. മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന പേരിട്ട ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞയാഴ്ച റിലീസായി. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഹീമാൻ സിനിമയാകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ? ഡിസ്നിയുടെയും മറ്റും ആനിമേഷൻസും ആനിമയും മാത്രം കണ്ടു പരിചയിച്ച ഒരു തലമുറ ഹീമാൻ എന്ന സിനിമ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഹീമാൻ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഐ ഹാവ് ദ പവർ എന്ന് പറഞ്ഞ് വാൾ ഉയർത്തി സ്വന്തം രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഹീമാനെ ആരാധിച്ചിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. മറ്റേൽ എന്ന പ്രമുഖ ടോയ് കമ്പനി നിർമ്മിച്ച മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന ടോയ് ലൈനിലെ ലീഡിംഗ് ക്യാരക്ടറാണ് ഹീമാൻ. സ്റ്റാർ വാർസ് ചിത്രങ്ങളുടെ മെർച്ചൻഡൈസ് കൈവിട്ട വിഷമത്തിലാണ് അവരെ വെല്ലാൻ മെറ്റേൽ എന്ന സ്ഥാപനം മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് ടോയ് ലൈൻ നിർമ്മിക്കുന്നത്. 80കളിൽ അത് ചൂടപ്പം പോലെ വിറ്റുപോയി. തൊട്ടടുത്ത വർഷം ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന കാർട്ടൂൺ പരമ്പര കൂടി എത്തിയതോടെ പോപ്പുലാരിറ്റി വർദ്ധിക്കുകയും 80കളുടെ കൾച്ചറൽ ഐക്കണിന്റെ ഭാഗമായി അത് മാറുകയും ചെയ്തു. ഇതിനിടയിൽ ഹീമാൻ കേന്ദ്ര കഥാപാത്രമായി 4 സിനിമകളും 8 TV പരമ്പരകളും എത്തി. 1987 ഇറങ്ങിയ ഒരൊറ്റ ലൈവ് ആക്ഷൻ സിനിമയൊഴിച്ച് മറ്റേതെല്ലാം ആനിമേഷനുകളായിരുന്നു. ട്രാവിസ് നൈറ്റ് സംവിധാനം ചെയ്ത് ആമസോൺ MGM നിർമ്മിക്കുന്ന സിനിമ അതുകൊണ്ട് തന്നെ ഹീമാൻ ആരാധകർക്കും അല്ലാത്തവർക്കും ഒരു പുതിയ അനുഭവം തന്നെയാകും നൽകുക. വരുന്ന ജൂൺ 5-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. പർപ്പിൾ ഹാർട്ട്സ്, റെഡ്, വൈറ്റ് ആൻഡ് റോയൽ ബ്ലൂ തുടങ്ങിയ സിനിമകളിലൂടെ അറിയപ്പെടുന്ന നിക്കോളാസ് ഗാലക്സിനാണ് ഹീമാൻ എന്ന റോളിലെത്തുക. കൂടാതെ വില്ലൻ കഥാപാത്രമായ സ്കെലിറ്ററായി ജെറഡ് ലെറ്റോ, മാനജാംസായി ഇദ്രിസ് എൽബ, ടീലയായി കമീല മെൻഡിസ് എന്നിവരും ചിത്രത്തിലുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് എറ്റേണിയ എന്ന രാജ്യത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തപ്പെട്ടതാണ് പ്രിൻസ് ആദം. അദ്ദേഹത്തിന്റെ ശക്തിയുടെ ഉറവിടമായ വാള് കണ്ടുപിടിച്ച് സ്വന്തം രാജ്യത്ത് തിരിച്ചെത്തുകയും വില്ലനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തന്റെ രാജ്യത്തെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഹീമാൻ എന്ന തന്റെ യഥാർത്ഥ സ്വത്വത്തെ സ്വീകരിക്കുന്നതുമാകും സിനിമയുടെ പ്രമേയം. പഴയ പല ഹീറോയിക് ഡയലോഗുകളും യുദ്ധവും ഒക്കെയായി പ്രേക്ഷകരിൽ നൊസ്റ്റാൾജിയ ഉണർത്തുക എന്നതാകും മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന പുതിയ സിനിമയുടെ ലക്ഷ്യം. എന്നാൽ ഇന്നത്തെ തലമുറ ഈ സിനിമയെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് റിലീസ് കഴിയുമ്പോൾ അറിയാം. അതുവരെ ഹീമാൻ ആരാധകരെ പോലെ നമുക്കും കാത്തിരിക്കാം.